സാഹചര്യം വളരെ കലുഷിതമായി നിൽക്കുന്ന വേളയിൽ എന്തൊക്കെയാണ് ഇറാന് മുന്നിലുള്ള പ്രതിസന്ധികൾ എന്നുകൂടി പരിശോധിക്കാം. അവർക്കടുത്ത നിലപാടെടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഇരുവശങ്ങളിലും സമ്മർദ്ദം ചെലുത്തി ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ ഇസ്രയേലും അമേരിക്കയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിന് ഇറാൻ മുന്നിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ ഇറാൻ എങ്ങനെ ഇതിനെ മറികടക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ഇറാന്റെ സാധ്യതകളാണ് നമ്മൾ നോക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ലോകത്തിലെ വ്യാപാര ഒരു ഇടനാഴി, കടലിലെ ഇടനാഴി എന്ന് പറയാൻ കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക്. ഇതുവഴിയാണ് അസംസ്കൃത എണ്ണ ഉൾപ്പെടെ പ്രകൃതിവാതകം ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, അതിന്റെ സിംഹഭാഗവും കൊണ്ടുപോകുന്നത്. അവിടെ തന്ത്രപ്രധാനമായ സൈനിക നിയന്ത്രണമുണ്ട് ഇറാന്റെ നിയന്ത്രണത്തിലാണ് ആ മേഖല ആകെയുള്ളത്. അതുകൊണ്ട് തന്നെ ആ തുറമുഖം ഉൾപ്പെടെ ഹോർമുസ് കടലിടുക്കിലെ ഈ കപ്പലുകളുടെ സഞ്ചാരം തടയാൻ ഇറാൻ ശ്രമിച്ചാൽ അത് ലോക രാജ്യങ്ങളെ ആകെ ബാധിക്കും, ലോക സമ്പദ്ഘടനയെ ബാധിക്കും. എണ്ണവില ഇപ്പോൾ തന്നെ ഉയരുന്ന സ്ഥിതിയുണ്ട്. ആ വലിയ തുറുപ്പുചീട്ട്, ഹോർമുസ് കടലിടുക്ക് എന്ന തുറുപ്പുചീട്ടിലാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിടിവള്ളി. നിലവിൽ എന്തായാലും ഇറാൻ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പരമാവധി ആക്രമണവും പ്രതിരോധവും എന്നൊരു നയം തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം ഖമനയുടെ പോസ്റ്റുകൾ അതിൽ പറയുന്നത് ഇതൊരു യുദ്ധം തന്നെയാണ്, ഞങ്ങൾ ഇതിൽ പിന്നോട്ട് പോകാനില്ല. ഇറാനെ അറിയുന്നവർക്കറിയാം ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ല. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടാണ് ചരിത്രപരമായ യുദ്ധത്തേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ കണ്ടാണ്. അപ്പോൾ ആക്രമണം, പ്രതിരോധം അത് പരമാവധി ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് നിലവിൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ പരമാവധി ആക്രമിക്കുക എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ആക്രമണ പദ്ധതി. അല്പം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടില്ലേ, ആ ദൃശ്യങ്ങളിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പോകുന്ന ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ്. അറ്റാക്ക് അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ സ്വഭാവത്തിലേക്ക് ഇറാൻ മാറ്റുന്നു. ഇറാന് ഒരേ സമയം ആക്രമണം, അതേസമയം ഹോർമുസ് കടലിടുക്ക് എന്ന വലിയ പ്രതിരോധം നിൽക്കുന്നു, തന്ത്രപ്രധാനമായ മേഖല നിൽക്കുന്നു. അങ്ങനെ അതേസമയം തന്നെ അമേരിക്കയും ഇസ്രയേലും ഇരുഭാഗങ്ങളിലും വലിയ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമവും തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ലോകരാജ്യങ്ങളുടെ ഇടപെടൽ വരും. നയതന്ത്ര മാർഗങ്ങൾ കൂടി ഇറാൻ ഈ ഇപ്പോൾ ഒരു ഭാഗത്ത് ശക്തമായ നിലപാടായി നിൽക്കുമ്പോഴും മറുഭാഗത്ത് നയതന്ത്ര തലത്തിൽ എങ്ങനെയെങ്കിലും പ്രശ്നപരിഹാരം സാധ്യതയുണ്ടോ എന്ന് അവർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയന്റെയും UK-യുടെയും ഒക്കെ ഇടപെടൽ നടക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ, അതിലുള്ള ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ ആ സമവായം എങ്ങും എത്തിയിട്ടില്ല എന്നത് പരമ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും ആക്രമണം തുടരുമ്പോഴും മറുഭാഗത്ത് സമാധാനത്തിന്റെ സാധ്യതകൾ ഇറാൻ പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തേടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സമവായത്തിന്റെ പാതയിൽ അത്തരം ചർച്ചകൾ മുന്നോട്ട് പോട്ടെ. ഈ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ നിലപാട് അത് വളരെ പ്രധാനമാണ്. മറ്റ് ലോകരാജ്യങ്ങളുടെ നിലപാട് പ്രധാനമാണ്. ഇസ്രയേലിന് അനുകൂലമാണ് പൊതുവിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്നതുകൂടി ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അപ്പോഴും ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ചില പോയിന്റുകളിൽ നിന്നുകൊണ്ട് ആക്രമണ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആണവ നിരായുധീകരണം എന്നതിനെ പരിപൂർണമായി അംഗീകരിക്കാനാകില്ല എന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഇറാൻ. ഇപ്പോഴും അതാണ് സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം.